അല്ല മാനോ, ഇതിപ്പോ വന്നിട്ട് ഇപ്പൊ എത്ര മാസായി? ഞാൻ വന്നിട്ട് ഇപ്പൊ ഒരു 4 മാസം കഴിഞ്ഞ്. 4 മാസൊക്കെ ആയോ? എത്ര പെട്ടെന്നില്ലേ എത്ര പെട്ടെന്നില്ലേ സമയം പോണേ നമ്മളറിയണല്ല. ഇനിയിപ്പോ എന്നപ്പോ പോണത്? പോക്കിപ്പൊ തീരുമാനിച്ചിട്ടൊന്നുമില്ല. എന്തേ? ഒന്നുമില്ല, ഞാനേ ഒരു 2 കൊല്ലം ഇവിടെ അങ്ങനെ നിന്നാലോന്ന് ഇങ്ങനെ ആലോചിച്ചാണ്. ഇപ്പൊ ഒരു 10-14 കൊല്ലത്തിന്റെ മേലെയല്ലേ നമ്മള് പോക്ക് തുടങ്ങിയിട്ട്. പോയിട്ട് ഇപ്പൊ എന്താ ഉണ്ടായത്? ഒന്നിട്ടില്ല. കടവും കാര്യമൊക്കെ ഇങ്ങനെ ബാക്കിയാണ്. ഇനിയിപ്പോ 2 കൊല്ലം കുട്ടികളടുത്ത് നിക്കട്ടെ എന്ന് കരുതി. എത്ര ലീറ്റപ്പത്? അതും ശരിയാണ്. പെരിയില് പറഞ്ഞിട്ടൊന്നുമില്ല. മാത്രല്ലേ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇപ്പൊ അതില്. ചെറുത് തീരെ സമ്മതിച്ചണില്ല. പൊന്നുവേ ഓക്കെ എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. എന്താ പിന്നെ കാട്ടുക? ഞാൻ പറഞ്ഞ നാളെ ഇപ്പച്ചി പോയിട്ടില്ല, എനിക്ക് ഈ മാലയും കമ്മലും നല്ല ഉടുപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ എനിക്ക് അതൊന്നും വേണ്ടായിരുന്നു. പിന്നെന്താ എനിക്ക് വേണ്ടി വെച്ച് പറയാ, ഇപ്പച്ചി ഞങ്ങളടുത്ത് ഉണ്ടായാൽ മതി. എന്താ പിന്നെ ഓളോടൊക്കെ പറയാ. അങ്ങനെ എപ്പോ നോക്കിയാലും ഒരു 10 മിനിറ്റ് കാണാതെ എപ്പോ വിളിച്ചു. അതാണ് നമുക്ക് സങ്കടം. ഈ കുട്ടികളെ കാര്യം ഭയങ്കര ഇടങ്ങേറാണ്. അതാണ് ഇപ്പൊ ഞാൻ വല്ലാതെ ഇടങ്ങേറാക്കുന്നത്. ഏതായാലും നോട്ടെ, ഒരു 2 കൊല്ലം എങ്ങനെയും ഒപ്പിച്ച് നിന്നിട്ടേ അപ്പൊ ഓലി ഒരു പരിഭവം തീരും ചെയ്യും. ഇൻഷാ അല്ലാഹ്. അതാണ് ഇപ്പൊ തീരുമാനം. അല്ല കുഴപ്പമൊന്നുമില്ല, അല്ല അങ്ങനെയൊക്കെ തന്നെ അല്ലേ. അതാണേ. പോവല്ലേ നമുക്ക്? എന്താണ് പൊന്നോ, പറ്റി ഇവിടെ അല്ലേ? എന്തൊരു മനുഷ്യത്തിയാണ്. ഇപ്പാന്റെ കുട്ടി അങ്ങനെ പറയല്ല പൊന്നാര മാനോ. എനിക്കറിയില്ല, എന്റെ 2 പെങ്ങന്മാരെ കെട്ടിച്ച കടം നമുക്കവിടെ നിൽക്കുകയാണ്. മാത്രമല്ല ഈ പെരന്റെ ജപ്തി നോട്ടീസ് ഇന്നോ നാളെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പാന്റെ കുട്ടി ഒരു വട്ടം കൂടി പോയിട്ട് പോരും, അതാ നല്ലത്. നോക്കെന്നാല് ഇന്നാലേ ഇപ്പൊ അതൊക്കെ ഒന്ന് വായിക്കൂടി അതിന്റെ മട്ടം പോലെ ആകുള്ളൂ. ഇപ്പാനെ കൊണ്ട് ഇനിയൊന്നും ഇപ്പൊ കൂട്ടിയാ കൂടുന്ന കോലല്ല. എന്താ ചെയ്യണത്? ഇപ്പൊ അങ്ങനെയൊക്കെയാണ് പറയണത്. ഒന്നുകൂടി പോയി പോരെ. ഇപ്പൊ പിന്നെ ആ കടത്തിന്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ആലോചിച്ചുമ്പോ പോകാക്കാനും പറ്റാ. എന്താ ഇപ്പൊ പറഞ്ഞതിലുണ്ട് കാര്യം. അതെ അതെ, ഇപ്പൊ നമ്മക്കും വേണ്ടിട്ട് തന്നെയാണ് ഇപ്പൊ പറഞ്ഞു തരുന്നത്. എന്തായാലും നോക്കട്ടെ ഇൻഷാ അല്ലാഹ്. എനിക്ക് അതൊന്നും അല്ല വിഷയം. എനിക്ക് കുട്ടിന്റെ ആ ഒരു കാര്യം ഓളൊന്നും സമ്മതിച്ചിട്ടിയാല് ആ വിഷയം തീർന്നു. അതാണ് ഇപ്പൊ ഇനിയിപ്പോ ഒരു വലിയ ചൊറ. ഏതായാലും ഞാന് പിന്നെ കൊടുത്തിട്ട് ആ ടൈം ആവുമ്പോഴേ ഞാൻ വിളിക്കണ്ട്. എന്നാലും വിളിച്ചോ കേട്ടോ. എന്റെ വണ്ടിയും കൊണ്ടാണ് പോവാൻ നമുക്ക്. ഇൻഷാ അല്ലാഹ് കേട്ടോ. കാണാം. ആയിക്കോട്ടെ. ഓക്കെ. അസ്സലാമു അലൈക്കും. ഇപ്പാ ഞാൻ പോയി വരാം. അപ്പാന്റെ കുട്ടി എന്നാ പോയി വരും. അല്ല, ആ പാസ്പോർട്ടും അതിന്റെ പേപ്പറൊക്കെ എടുത്തുക്കണോ? പാസ്പോർട്ടൊക്കെ എടുത്തുക്കണ. എന്താണ് പൊന്നോ അത്? വെച്ച് വേഗം വരുവേ കേട്ടോ. അറിയണ്ടോ? കേട്ടോ.
സാരമില്ല, സാരമില്ല. കേട്ടോ. പിന്നെ വണ്ടി നിർത്തിക്ക. നിർത്ത് നിർത്ത്. എന്താ നിർത്താൻ പറഞ്ഞ? ഞാനേ എന്നോട് പറയണോണ്ട് ഒന്നും തോന്നരുത്. എന്ത് നമുക്ക് തിരിച്ചു പോവാ. എന്നെ കൊണ്ട് കഴിയുന്നില്ലടാ. എനിക്ക് ഗൾഫ് പോയി പണിയെടുക്കാൻ കഴിയുന്ന എനിക്ക് തോന്നണില്ല. ഒരു മനസ്സിക്കൊക്കെ എന്തൊക്കെയോ ഒരു ഭയങ്കര വിഷമം. അതെന്തൊക്കെ പറയണത്? എന്നെ കൊണ്ട് കഴിയും തോന്നുന്നില്ല. എനിക്ക് അതാണ് ഭയങ്കര ഇടങ്ങറുണ്ട്. അത്രമാത്രം ഇടങ്ങറുണ്ട്. നമുക്ക് തിരിച്ചു പോവാ. നന്നല്ല. പ്ലീസ് വാ. സത്യം പറയാലോ, ഇപ്പോഴാ എനിക്കൊരു സമാധാനമായത്. വലൈക്കും അസ്സലാം. ഇപ്പൊ പറഞ്ഞോളി. ഒന്ന് സൈഡാക്ക്. കുട്ടിയെ, നിങ്ങൾ എവിടെ എത്തിപ്പോ? പിന്നെ ആ ബാങ്ക് ഒന്ന് വിളിച്ചീനി. അപ്പോ 2 ദിവസം കൊണ്ട് ആ പൈസ കൊടുക്കണം എന്നാ പറയണത്. ഇപ്പാൻ്റെ കുട്ടി അവിടെ ഇറങ്ങിയ ഉടനെ തന്നെ എങ്ങനെയെങ്കിലും ആരോടെങ്കിലും ഒരു തിരുമാറി നടത്തിയിട്ട് ആ പൈസ ഒന്നും ഇങ്ങോട്ട് അയക്കാൻ നോക്കേണ്ടിട്ടാ. എന്നാ ഇപ്പൊ വലിയ കാര്യം കൊടുക്കണമെങ്കിലേ കേട്ടോ. ആയിക്കോട്ടെ. എന്നാ ശ്രദ്ധിച്ചു പോയി. എന്താ പറയണ? ഒന്നുമില്ല, ആ ബാങ്ക് ഒന്ന് വിളിച്ചീനി. പ്രശ്നം എന്നാ പറയുന്നത്. അല്ല, ഇനിയിപ്പോ എന്താ നമ്മളെ തീരുമാനം? പെരീക്ക പോതോ ഇനി എയർപോർട്ടൊക്കെ പോകണ്ടേ? ഇപ്പൊ നമുക്ക് ഇതൊന്ന് പറയും. എന്താ കാട്ടണം നമ്മള്? നമുക്ക് എയർപോർട്ടൊക്കെ പോവാ. അത് നല്ലത്. വണ്ടി എടുത്തോ. അത് നല്ലത്. മാനോ, എന്നാ പോയി വാ കേട്ടോ. ഒക്കെ ശരിയാവും. കേട്ടോ, ഇൻഷാ അല്ലാഹ്. സ്വന്തക്കാരുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനു വേണ്ടി സ്വന്തം സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും സ്വയം മറന്ന് മണരാരണ്യത്തിൻ്റെ കൊടുംചൂടിലും മരം കോച്ചുന്ന തണുപ്പിലും ഒരുകിയില്ലാതെയാവുന്ന ഒരു പ്രതിഭാസം. അതാണ് പ്രവാസി. പ്രവാസം എന്ന ഈ മഹാത്യാഗത്തിന് പകരം നൽകാൻ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഓരോ പ്രവാസിയെയും ആത്മാർത്ഥമായി സ്നേഹിക്കുക, കുത്തുവാക്കുകൊണ്ട് അവരെ നോവിക്കാതിരിക്കുക, അല്ലാതെ വേറെ എന്ത്?